പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ഗിനിയ ബിസൂവിയിൽ ഇസ്ലാമിക പണ്ഡിതന്റെ മകൾ കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹത്തിൽ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. 27-കാരിയായ ആയിഷ സെമിറ്റിയ കാന്തയാണ് സന്യാസിനിയായത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിലാണ് ആയിഷ സിസ്റ്റേഴ്സ് ഓഫ് ദി ഡിവൈൻ സ്പിരിറ്റ് സന്യാസ സമൂഹത്തിൽ ആദ്യ വ്രതവാഗ്ദാനം നടത്തിയത്. ബിസാവു രൂപതയുടെ ബിഷപ്പ് എമരറ്റസ് ജോസ് കമൻഡേന ബിസൈൻ ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു. സഫീമിൽ നിന്നുള്ള ഇസ്ലാമിക പണ്ഡിതന്റെ മകളായ ആയിഷ ബിസാവു രൂപതയിലെ അവർ ലേഡി ഓഫ് ഗ്രേസ് ഫരീം ഇടവകയിലാണ് മാമോദിസ സ്വീകരിച്ചത്. വിശുദ്ധ കൊച്ചു തെരേസയുടെ സഭയാകുന്ന അമ്മയുടെ ഹൃദയത്തിൽ ഞാൻ സ്നേഹമായിരിക്കും എന്ന വാക്യം പ്രചോദനമാക്കിയാണ് ആയിഷ വ്രതവാഗ്ദാനം നടത്തിയത്. ദൈവത്തിന്റെ വിളി കേവലം ഒരു വ്യക്തിഗത തീരുമാനമല്ല, മറിച്ച് ദൈവിക ദൗത്യമാണെന്ന് ചടങ്ങിൽ ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. യുവതലമുറ നേരിടുന്ന പ്രതിസന്ധികൾക്കിടയിലും ദൈവത്തിന്റെ പാതയിൽ പങ്കാളികളാകാൻ അവിടുന്ന് ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ഇമാമിന്റെ മകൾ കത്തോലിക്ക സന്യാസിനിയായ വാർത്ത പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളും അധിക്ഷേപങ്ങളും നടത്തി. ഈ അധിക്ഷേപങ്ങളെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഗിനിയ ബിസാവുവിലെ നാഷണൽ കോൺഫറൻറ്റേഷൻ ഓഫ് ഇസ്ലാമിക് യൂത്ത് രംഗത്തെത്തി. ഓരോ വ്യക്തിയുടെയും വിശ്വാസ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണമെന്നും വിദ്വേഷ പ്രചാരണം നടത്തരുതെന്നും ആഹ്വാനം ചെയ്തു. മതസൗഹാർദ്ദത്തിനും വിശ്വാസ സ്വാതന്ത്ര്യത്തിനും വലിയ മാതൃകയാകുന്ന സംഭവത്തിനാണ് ഇപ്പോൾ ഗിനിയ ബിസാവു സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്.